ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മൾ ഇന്ന് റീഡ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ സെപ്റ്റംബർ മന്തിലെ റീഡിംഗ് ആണ്. നിങ്ങളുടെ ഹെൽത്ത്, കരിയർ, ഫിനാൻസ്, റിലേഷൻഷിപ്പ് ഇതൊക്കെ നിങ്ങൾക്ക് സെപ്റ്റംബർ മാസത്തിൽ എങ്ങനെയായിരിക്കുമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാം ഒരുപോലെ എല്ലാവർക്കും റീസണേറ്റ് ആവണമെന്നില്ല. അപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻസുമായിട്ട് മാച്ച് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. അതുപോലെ നിങ്ങൾ ഈ വീഡിയോ എപ്പോഴാണോ കാണാൻ തുടങ്ങുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റീസണേറ്റ് ആകും. അതുപോലെ തന്നെ ഇതൊരു ജെൻഡർലെസ് റീഡിംഗ് ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ ഫസ്റ്റ് എടുക്കാൻ പോകുന്ന കാർഡ് നിങ്ങളുടെ ഹെൽത്താണ്. സെപ്റ്റംബർ മന്തിലെ നിങ്ങളുടെ ഹെൽത്ത് എങ്ങനെയായിരിക്കും, അതുപോലെ സെപ്റ്റംബർ മന്തിലെ നിങ്ങളുടെ റിലേഷൻഷിപ്പ്, ഓക്കെ, നിങ്ങളുടെ കരിയർ, ഫിനാൻസ് ആൻഡ് നിങ്ങളുടെ മെൻ്റൽ. നിങ്ങൾ ഈ മന്തിൽ വൈകാരികമായി നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും. ഓക്കെ ഡിയേഴ്സ്, അപ്പോൾ എല്ലാവരും പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. ഓക്കെ ഓക്കെ ഡിയേഴ്സ്. ഓക്കെ ഡിയേഴ്സ്, നിങ്ങൾക്ക് സെപ്റ്റംബർ മന്തിലെ നിങ്ങളുടെ ഹെൽത്ത് നിങ്ങൾ കുറച്ചൊന്ന് നന്നായിട്ട് കെയർ ചെയ്യേണ്ട മാസമാണ്. നിങ്ങൾക്ക് ഹെൽത്ത് ചെറിയ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകാം. പ്രത്യേകിച്ച് കൈവേദന, കാലുവേദന, മുട്ടിനൊക്കെ വേദനയൊക്കെ വരുന്നവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ്, നിങ്ങൾക്ക് ഭാഗ്യം അനുകൂലമായിട്ട് വരുന്ന ഒരു ടൈമാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കാലം നിങ്ങൾക്ക് അനുകൂലമാകും. നിങ്ങൾക്കൊരു ഭാഗ്യം കൊണ്ടുവരും. കാലചക്രം തിരിയുന്നതിനനുസരിച്ച് ഒരു ഭാഗ്യം വരുന്ന ഒരു മന്താണ് നിങ്ങൾക്ക് സെപ്റ്റംബറിൽ. അതുപോലെ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരുപാട് നാളായിട്ട് നിങ്ങളുടെ വൺ സൈഡ് ലവ് ഒക്കെ ആണെങ്കിൽ ആ ഒരാൾ ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഈ മാസം തിരിച്ചു വരാൻ ചാൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും കുറിച്ച് നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു ന്യൂസ് അയാളെക്കുറിച്ച് ചിലപ്പം കേൾക്കാൻ ചാൻസ് ഉണ്ടാവും. കാലചക്രം തിരിയുന്നതിനനുസരിച്ച് ഭാഗ്യം വരുന്ന ഒരു മന്ത്. അതുപോലെ തന്നെ നിങ്ങളുടെ കരിയർ കുറച്ച് നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ടൈമാണ്. ഇപ്പം എന്തെങ്കിലും ഓഫീസിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെങ്കിൽ സെപ്റ്റംബർ മന്ത് അവസാനമാകുന്നതോടുകൂടി നിങ്ങൾക്ക് അതിനൊരു എൻഡ് വരും. ഒരു വിഷമോ ബുദ്ധിമുട്ടോ, ഇപ്പോൾ കോവർക്കേഴ്സിൻ്റെ അടുത്തുനിന്നോ നിങ്ങളുടെ മാനേജേഴ്സിൻ്റെ അടുത്തുനിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെങ്കിൽ സെപ്റ്റംബർ മന്ത് അവസാനത്തോടെ നിങ്ങൾക്ക് ആ ഒരു പ്രശ്നമില്ലാതാകും. പക്ഷെ അതുവരെ ഒന്ന് സൂക്ഷിക്കണം. ഫിനാൻസ് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, പൈസ ഉണ്ടാക്കണം, പൈസ വേണം എന്നൊക്കെ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, സേവ് ചെയ്ത് വെക്കണം എന്നൊക്കെ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അതേസമയം ഒരു ഭയം ഉണ്ടാകും. ഇപ്പോൾ നമ്മളിപ്പം പൈസയ്ക്ക് വേണ്ടി നിങ്ങൾ മാനിഫെസ്റ്റേഷനൊക്കെ ചെയ്യുന്ന ടൈമാണെങ്കിൽ മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക. ഇപ്പോൾ ചെയ്യുന്നതിനോട് കൂടി ഒരു ഭയവും കൂടെ നിങ്ങളുടെ മനസ്സിൽ, ഭയം അല്ലെങ്കിൽ ഒരു ഡൗട്ട്, എനിക്ക് കിട്ടുമോ, പൈസ ഉണ്ടാക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന മാനിഫെസ്റ്റേഷൻ സക്സസ് ആവുമോ, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ മാനിഫെസ്റ്റേഷൻ സക്സസ് ആവില്ല. അപ്പോൾ പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക. നിങ്ങൾ നെഗറ്റീവായിട്ട് കൂടി മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ, അതായത് ക്യാഷ് നിങ്ങൾക്ക് വേണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുള്ളതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നത് കൂടി ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ അതൊന്ന് സൂക്ഷിക്കുക. നിങ്ങളുടെ വൈകാരികമായ അവസ്ഥ ഒരു പുതിയ ഉണർവ്, പുതിയ ഉന്മേഷമൊക്കെ വരുന്ന ഒരു മാസമാണ് സെപ്റ്റംബർ മന്ത്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ സെപ്റ്റംബർ മന്തിലെ റീഡിംഗ്. അപ്പോൾ എല്ലാവരും പോസിറ്റീവായിട്ട് ഇരിക്കുക, പോസിറ്റീവായിട്ട് ചിന്തിക്കുക. നല്ലൊരു മാസം നിങ്ങൾക്ക് നേരുന്നു. താങ്ക് യു.